ചാരു എന്റെ പെങ്ങളുടെ മകൾ. അവൾക്ക് എല്ലാവരും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. പെയ്തൊഴിയാതെ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. പണം വന്നിരിക്കണം, അല്ലെങ്കിൽ ഞാൻ നിയമ നടപടി സ്വീകരിക്കും. ഇനി ഇതിന്റെ പേരിൽ നമ്മൾ തമ്മിലുള്ളൊരു ഫോൺ കോൾ ഇല്ല. ശേഖരന് മനസ്സിലായല്ലോ? മമ്മി, മമ്മിക്കൊരു പേരക്കുട്ടി ഉണ്ടായാ മമ്മി എന്തെങ്കിലും ഒരു പേര് കണ്ടുവച്ചിട്ടുണ്ടോ? നിനക്ക് വിശേഷമുണ്ടോ? എനിക്കങ്ങനെയൊന്നുമില്ല. പക്ഷെ അധികം വൈകാതെ ഇവിടെ അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയുണ്ട്. കുഞ്ഞുണ്ടാവാൻ പോകുന്നതേ മമ്മിയുടെ മോനാ. അയ്യോ, എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല. കേട്ടേ പറ്റൂ. എത്രയും പെട്ടെന്ന് കുഞ്ഞുണ്ടാവാൻ വേണ്ടി ഏതോ നാട്ടുവൈദ്യന്റെ അടുത്ത് മരുന്നിന് പോയിരിക്കുന്നു ആ വേലക്കാരി നന്ദിനി. അതിനും കൂട്ടി നിൽക്കുന്നതേ ഡാഡി തന്നെയാ. മമ്മിക്ക് അതിന്റെ ഉദ്ദേശം മനസ്സിലായില്ലേ? എത്രയും പെട്ടെന്ന് അവളുടെ അവകാശം ഉറപ്പിക്കണം. സ്വത്തും സമ്പാദ്യമൊക്കെ സൂര്യയുടെ പേരിലാണല്ലോ. അതുകൊണ്ട് സൂര്യക്കൊരു കുഞ്ഞു പിറന്ന സ്വാഭാവികമായും അവകാശങ്ങളൊക്കെ അങ്ങോട്ട് പോകും. അതോടെ ദരിദ്രവാസിയായ വേലക്കാരിക്ക് പിന്നെ നമ്മുടെ മുകളിലായിരിക്കും സ്ഥാനം. നിങ്ങളുടെ അപ്പൂപ്പൻ സൂര്യയുടെ പേരിൽ സ്വത്ത് എഴുതി വെച്ചതല്ലേ നിങ്ങൾക്കറിയൂ? അതിന്റെ ബാക്കിയുള്ള ക്രോസുകളൊന്നും നിങ്ങൾക്കറിയില്ലല്ലോ. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. എന്നാലും അവൾക്ക് എന്ത് ധൈര്യ? നമ്മളെയൊക്കെ വെല്ലുവിളിക്കുന്ന പോലെയല്ലേ? ഒളിഞ്ഞും തെളിഞ്ഞും നീയൊക്കെ അവൾക്ക് കൂട്ടു നിൽക്കുന്നുണ്ടല്ലേ ഇതൊക്കെ ചെയ്യാൻ അവൾക്ക് ധൈര്യം കിട്ടുന്നത്. പിന്നെ നിങ്ങളെ ഡാഡി മുമ്പൊക്കെ മകൻ എന്നെ ദ്രോഹിക്കുമ്പോ ഒന്ന് ആശ്വസിപ്പിക്കാനെങ്കിലും അങ്ങനെ ശ്രമിക്കുമായിരുന്നു. ഇപ്പൊ എന്താ? അവള് വന്ന് കയറിയപ്പോ ആശ്വാസം മുഴുവൻ അങ്ങോട്ടായി. ഡാഡി നമ്മുടെ അടുത്തിരുന്ന് സംസാരിക്കാറ് പോലുമില്ല. പക്ഷെ അവൾക്കൊരു വിഷമമോ വേദനയോ വന്ന എല്ലാം മാറ്റിവെച്ച് അവളെ പരിചരിക്കാൻ ഡാഡിയുണ്ട്. അല്ല, ഈ നാട്ടുമരുന്ന് അവൾക്ക് മാത്രം കഴിക്കാവുള്ളതാണോ? അല്ല മമ്മി, രണ്ടുപേർക്കും. അല്ല, അവളെന്ത് വേണമെങ്കിലും കഴിച്ചോട്ടെ, പക്ഷേ സൂര്യ ഈ മരുന്ന് കഴിക്കരുത്. അത് തടയാൻ നിങ്ങൾക്ക് പറ്റുമോ? മമ്മി ഇതുപോലെ ഉറച്ചു കൂടെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ ട്രൈ ചെയ്യാം. ഇനിയിപ്പോ ഒരു കുഞ്ഞും കൂടി ജനിച്ചാല് അവളെയും ആ കുഞ്ഞിനെയും കൂടെ കൊണ്ടാവും ഏട്ടൻ നാട് മുഴുവനും പ്രദക്ഷിണം വെക്കില്ല. അതിലും വലിയ നാണക്കേട് മമ്മിക്കിനി വരാനുണ്ടാവില്ല. അവൾക്കിവിടെ നിൽക്കാൻ ഒരു കാലാവധി ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതിനിടയിൽ അവൾ ആഗ്രഹിക്കുന്നത് നടന്ന അത് ഇത്രയും കാലം വേലക്കാരിക്ക് കിട്ടിയ കൂലിയാണെന്ന് ഞാൻ അങ്ങ് കരുതും. അവൾ ഇവിടെ നിന്ന് പോകും. അതിനൊരു കാരണവും വൈകാതെ എനിക്ക് കിട്ടും. അങ്ങനെ ഒന്നും തോറ്റു കൊടുക്കാൻ ഈ പത്മ ശീലിച്ചിട്ടില്ല. കനക, എന്തായി? മാഡം, അവളിപ്പോ വരും. ഞാൻ പറയുന്നത് പോലെ ചെയ്യ. അവളെ കാണാത്ത രീതിയിൽ ഫോൺ ഒളിപ്പിക്ക. ശരി മാഡം. ഇനി ജോലി വല്ലതുണ്ടോ? ഇല്ല. എന്നാ പോയി കിടക്കാറുന്നില്ലേ? നന്ദിനി കിടക്കുമ്പോ ഞാനും കിടക്കാന്ന് വിചാരിച്ചു. രാത്രി ആരൊക്കെ പാൽ കുടിക്കുന്നത്?
ഇവിടെ രാത്രി പാല് കുടിക്കുന്ന ശീലം ആർക്കും ഇല്ല. ഇത് നന്ദിനിക്കാണോ? എനിക്കല്ല, സൂര്യ സാറിനാ. ഇന്ന് മുതൽ ചിലപ്പോ എന്നും വേണ്ടി വരും. അല്ല, നിങ്ങൾ ഹണിമൂണിന് എവിടെയാ പോയത്? സിംഗപ്പൂരാണോ അതോ ദുബായിലാണോ അതോ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയോ? ഒരിടത്തും പോയില്ല. അതെന്താ, കല്യാണം കഴിഞ്ഞ് അങ്ങനെയൊന്നും പോവില്ലേ? കനകയുടെ കല്യാണം കഴിഞ്ഞതല്ലേ, എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി എവിടേക്കാ പോയത്? ഞങ്ങള് പാവങ്ങളല്ലേ, അതുപോലെയാണ് ഇവിടുത്തെ കാര്യം. സൂര്യ സാറ് കോടീശ്വരനല്ലേ? ഇപ്പൊ എന്തിനാ ഇതൊക്കെ അറിഞ്ഞിട്ട്? ഇല്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അല്ല, നന്ദിനിക്ക് വിശേഷം വല്ലതുണ്ടോ? എന്ത് വിശേഷം? അത് കൊള്ളാം. കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളോട് വിശേഷം ഉണ്ടോന്ന് ചോദിച്ച എന്താ അർത്ഥം? നിങ്ങൾ പ്ലാനിങ്ങാ ഇപ്പൊ കുട്ടികൾ വേണ്ടാന്ന് പറഞ്ഞു? അതെ, ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ അടുക്കളയിലെ ജോലിയും പുറംപണിയും അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ചോദിക്കുന്നത് എനിക്കിഷ്ടല്ലാന്ന്. എന്നോടൊന്നല്ല, ഇവിടെ വേറെ ആരോടും അതൊന്നും ചോദിക്കാൻ വേണ്ട. ഓ സോറി. മിണ്ടുന്നതിന് ഇങ്ങനെ സോറി പറയുന്നതിൽ നല്ലത് നാവ് കുറച്ച് നടക്കി വെക്കുന്നതാ.